ACCA പാസ്സായി ജോലിയില്ല, CMA USA പാസ്സായി ജോലിയില്ല, CMA ഇന്ത്യ പാസ്സായി ജോലിയില്ല, അതേപോലെ BCom പഠിച്ചു പാസ്സായി ജോലിയില്ല, PG പഠിച്ചു പാസ്സായി ജോലിയില്ല. ഞാനിത് പറഞ്ഞത് കൊമേഴ്സ് മേഖലയിൽ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതേപോലെ വീഡിയോസും മെസ്സേജും കാര്യങ്ങളും കമന്റും ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് ജോലി ഇല്ലാത്തത്? ശരിക്കും നാട്ടിൽ പണിയില്ലാത്തത് കൊണ്ടാണോ നമ്മുടെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാത്തത് എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി അങ്ങനെയല്ല. ഇതിന്റെ വസ്തുതാപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോലി ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൊമേഴ്സ് ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഉള്ള ഒരു സംഭവമാണ്. അക്കൗണ്ട്സും ടാക്സേഷനും കോസ്റ്റിങ്ങും ഫൈനാൻഷ്യൽ മാനേജ്മെന്റും എല്ലാം എല്ലാ നാട്ടിലും ഉണ്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേപോലെ ബിസിനസ് ചെറിയ സ്റ്റാർട്ടപ്പിലൊക്കെ ഒരാളും ചെറുങ്ങനെ തുടങ്ങുന്ന ബിസിനസിനെ കുറിച്ചല്ല, എന്തായാലും ബിസിനസ് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ട് വേണ്ട ഒരു ഏരിയ ആണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. പക്ഷെ എന്നിട്ടും വേൾഡ് വൈഡ് ആയിട്ട് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. കോഴ്സ് പഠിച്ച് പാസ്സായി, അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടും ജോലിയില്ല എന്നുള്ളൊരു പരാതി നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇടക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. ഞാൻ കുറച്ച് വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടപ്പം, കോഴ്സുകളെ കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടപ്പം ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, ജോലി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമേ ഞാൻ പറയുന്നു, സ്കില്ലുള്ള നമ്മൾക്കൊരു ബിസിനസ്സുകാരന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് മേഖലക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് യാതൊരു ക്ഷാമവും ഇല്ല. ഇനി അത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ, ഒരു 3 മന്ത് കൊണ്ട് തീർക്കാൻ പറ്റുന്ന 5 ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്. അതൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കോൺഫിഡൻസ് ലെവലും നോളജ് ലെവലല്ല യൂസർ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ തൊട്ടടുത്ത് പറയാം. അപ്പൊ നാട്ടിൽ ജോലിയില്ലായിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ? അപ്പൊ ഞാനിപ്പം പറയുന്നത് ബിസിനസ് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. നമുക്കൊരു ജോലിക്ക് വേണ്ട പ്രധാനമായിട്ടും ഒരു കോർപ്പറേറ്റ് ലെവലിലൊക്കെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ്, എവിടെയാണ് ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമാണ്. എൻ്റെ ഒരു 10-16 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മേ ബി എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പം തെറ്റായിരിക്കാം, പക്ഷെ ഞാനിത് കുട്ടികളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്തുകൊണ്ട് ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നു? ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. പക്ഷെ ജോലിയിൽ എത്തണമെങ്കിൽ ആദ്യം എവിടെയെങ്കിലും ഒന്ന് കയറണമല്ലോ. ആ കയറുന്ന കാര്യത്തിൽ എവിടെയാണ് കുട്ടികൾക്ക് ഒരു ചെറിയ പിഴവ് വരുന്നത്, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കൽ മാത്രമാണ്. അതിന്